ഇന്നെല്ലാവരും നല്ല സന്തോഷത്തിലാണ്. അവരുടെ കൊച്ചുമകൻ വർഷങ്ങൾക്ക് ശേഷമാണ് നാട്ടിലേക്ക് വരുന്നത്. സൂര്യൻ്റെ വെളിച്ചം കണ്ണിലേക്ക് അടിച്ചപ്പോഴാണ് ജാനകി അമ്മ എണീറ്റത്. ഈശ്വര, എണീക്കാൻ അറിഞ്ഞില്ലല്ലോ, ആരും എന്തെന്നെ വിളിക്കാതിരുന്നത്. അതും പറഞ്ഞിരിക്കുമ്പോഴാണ് സന്ധ്യ അവിടേക്ക് വന്നത്. അമ്മ എണീറ്റോ? എന്നെ ഇപ്പോഴാണ് വിളിക്കാൻ വരുന്നത്? ഞാൻ നേരത്തെ വിളിക്കണമെന്ന് പറഞ്ഞില്ലേ? ഇനി ഇപ്പം എന്നെ പറഞ്ഞു. ഞാൻ കുറേ പ്രാവശ്യം വന്ന് വിളിച്ചതാണ്. ഞാൻ മാത്രമല്ല, എല്ലാവരും വന്ന് വിളിച്ചിരുന്നു. അപ്പം അമ്മ നല്ല ഉറക്കായിരുന്നു. ഞങ്ങൾ അമ്പലത്തിൽ പോയി ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഈശ്വര, എന്നെന്ത് നിങ്ങൾ പോയപ്പോൾ വിളിക്കാതിരുന്നത്? ഞാൻ പറഞ്ഞിരുന്നതല്ലേ ഞാനും ഇന്ന് വരുന്നുണ്ടെന്ന്. എൻ്റെ അമ്മ ഇങ്ങനെ ദേഷ്യം പിടിക്കല്ലേ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. നേരം വൈകിട്ടില്ല, അമ്മയെ വിളിക്കാൻ വന്നതാണ് ഞാൻ. ആണോ? എന്നിട്ട് എന്തിനാ എന്നോട് നുണ പറഞ്ഞത്? അപ്പോഴാണ് അവളുടെ കണ്ണുകൾ മാറുന്നത്. ജാനകിയമ്മ നോക്കിയത്. ജാനകിയമ്മ സന്ധ്യയുടെ മുഖം പോകുന്നത് ഭാഗത്തേക്ക് നോക്കിയതും ആദിയും അതിൻ്റെ പിറകെ സൂര്യനും അതിൻ്റെ പിറകെ മനുവും കൂടിയാണ് നിൽക്കുന്നത്. അവിടെ നിന്നും കഥകളി കളിക്കാതെ മൂന്നാളിങ്ങോട്ട് കയറിപ്പോര്. മുത്തശ്ശി കണ്ടു എന്ന് മനസ്സിലാക്കാൻ അവർ മൂന്നാളും മുത്തശ്ശിയുടെ റൂമിലേക്ക് കടന്നു. കുറ്റം ചെയ്തവരെ പോലെ തലതാഴ്ത്തി നിന്നു. എടാ മക്കളെ, ഈ മുത്തശ്ശിയെയാണോ നിങ്ങൾ പറ്റിക്കാൻ നോക്കുന്നത്? നിങ്ങളെക്കാളെ കുറേ ഓണം ഉണ്ടിട്ടുണ്ട്. അല്ല മുത്തശ്ശി, ഇനി ഇവിടെ നിന്ന് സംസാരിച്ചു നിന്നാൽ ഞങ്ങൾ പോകും അമ്പലത്തിലേക്ക്. മുത്തശ്ശി വരുന്നെങ്കിൽ വാ. അതിന് നേരം വെളുത്തില്ലേ, ഇനി നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നത്? അപ്പോഴാണ് വർമ്മ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നത്. അല്ല, നിങ്ങളും വൈകി എണീക്കാൻ? ഇവളിത് എന്താ പറയുന്നെന്ന് വിചാരിച്ച് മുത്തശ്ശൻ ജാനകി അമ്മയെ നോക്കി. നീ ഇവിടെയൊന്നും അല്ലേ? നേരം വെളുത്തിട്ടില്ല. അവിടെ കിടന്നിട്ട് ഉറക്കം ശരിയായില്ല. അപ്പം ഞാനത് ഇങ്ങോട്ടേക്ക് വന്നത്. കൊച്ചുമോൻ വരുന്നത് കൊണ്ട് നിനക്ക് ഓർമ്മയും ഇല്ലാതായോ? അത് പറഞ്ഞ് അദ്ദേഹം അവിടെ ബെഡിൽ വന്ന് കിടന്നു. പിന്നെ എങ്ങനെ എൻ്റെ കണ്ണിൽ വെളിച്ചമടിച്ചത്? മുത്തശ്ശി അത് വിചാരിച്ചിരിക്കുമ്പോഴാണ് അവർ അങ്ങനെ പറഞ്ഞത്. അത് മുത്തശ്ശി, നേരം വെളുത്തിട്ടില്ല, ഞങ്ങൾ മുത്തശ്ശിയുടെ കണ്ണിലേക്ക് വെളിച്ചടിച്ചതാണ്. മൂന്നാളും ഒരുപോലെ പറഞ്ഞിളിച്ച് കാണിച്ച് അവിടെ നിന്നും ഓടിപ്പോയി. എല്ലാത്തിനെയും പിടിച്ച് കെട്ടിക്കാനായി ഇപ്പോഴും കൊച്ചുകുട്ടികളെ പോലെ കളിച്ച് നടക്കുക. സന്ധ്യ അത് പറഞ്ഞതും അവർക്കിവിടെ വരുമ്പോഴല്ലേ ഇങ്ങനെ കളിക്കാൻ പറ്റൂ. അവർ കളിക്കട്ടെ, അവരല്ലേ ഇവിടുത്തെ കൊച്ചു പിള്ളേര്. അമ്മയാണ് അവരെ ഇങ്ങനെ വഷളാക്കിയിരിക്കുന്നത്. ഞാനൊന്നും പറയാൻ വരുന്നില്ല. അമ്മ വരുന്നുണ്ടെങ്കിൽ വാ, ഞാൻ പോവുക. അതും പറഞ്ഞ് സന്ധ്യ അവിടെ നിന്ന് പോയി. ജാനകി അമ്മ ബെഡിൽ നിന്നും എണീറ്റ് ബാത്റൂമിലേക്ക് പോയി. ഫ്രഷായി എല്ലാവരും അമ്പലത്തിലേക്കും പോയി. നടയുടെ മുന്നിൽ കണ്ണുകൾ അടച്ച് കൈകൾ തൊഴുത് എല്ലാവരും പ്രാർത്ഥിച്ചു. എൻ്റെ മക്കൾ ഒരാപത്തും കൂടാതെ ഇങ്ങോട്ടേക്ക് എത്തിക്കണേ കുഞ്ഞികൃഷ്ണ. എന്താ ജാനകി അമ്മേ, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ? ഇന്നെൻ്റെ കണ്ണൻ വരുന്നുണ്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അവൻ വരുന്നത്. അതിൻ്റെ സന്തോഷത്തിലാണ് തിരുമേനി. എന്തായാലും ജാനകി അമ്മയുടെ ചെറുമകനൊരു ആപത്തുമില്ലാതെ ഇങ്ങോട്ടേക്ക് എത്താൻ ഞാൻ കുഞ്ഞികൃഷ്ണനോട് പറയാം. അത് പറഞ്ഞ് തിരുമേനി പ്രസാദം അവരുടെ കയ്യിലേക്ക് കൊടുത്തു. പക്ഷേ അവരുടെ വാക്കുകൾ കേട്ട് ഞെട്ടിത്തരിച്ച ഒരാൾ അവരുടെ അടുത്ത് നിന്നും ഓടിപ്പോയത് അവർ ആരും കണ്ടില്ല. അവർ ഓടിപ്പോയി ആ ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് ഓടി. നീ എന്താ പെണ്ണെ ഇങ്ങനെ ഓടി വരുന്നത്? നിന്നെന്തെങ്കിലും പട്ടി പിന്നാലെ ഓടിയോ? എൻ്റെ അമ്മ, ഒന്ന് തമാശ നിർത്ത്. എനിക്ക് പേടിച്ചിട്ട് കയ്യും കാലും വിറച്ചിട്ട് വയ്യ. എവിടെ അച്ഛൻ? അച്ഛൻ രാവിലെ തന്നെ അച്ഛൻ്റെ കലാപരിപാടി തുടങ്ങി. അമ്മ അങ്ങനെ പറഞ്ഞതും അവൾ അവിടേക്ക് പോയി. അച്ഛ, ഇവിടെ ഇരുന്നൊന്നും അറിയാതെ കുടിച്ചോ? കുടിച്ചത് തൊണ്ടയിൽ ഇരിക്കണ്ട. എന്താ മോളെ നീ ഇങ്ങനെ കിടന്ന് കഥകളി കളിക്കുന്നേ? ദേ അച്ഛ, ഞാനൊരു കാര്യം സീരിയസ് ആയി പറയുമ്പോൾ അച്ഛനൊരു തമാശ. എന്തിൻ്റെ മോൾക്ക് സീരിയസ് ആയി പറയാനുള്ളത്? ചിരിച്ചോ? ഈ ചിരി ഞാൻ പറയുന്ന കാര്യം കേട്ട് കഴിയുമ്പോൾ അതേപോലെ തന്നെ ഉണ്ടാവണം. എന്താ, ഒന്ന് വേഗം പറ മോളെ. അച്ഛാ, നമ്മുടെ സന്തോഷം ഇവിടെ അവസാനിക്കാൻ പോകുന്നു. ഇനി വരുന്നത് കഷ്ടകാലമാണ്. എന്തൊക്കെയാണ് നമ്മുടെ അടുത്തുനിന്ന് നഷ്ടപ്പെടുന്നതെന്ന് അറിയില്ല. നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൻ വരുന്നുണ്ട്, ആ ഭൈരവനാഥ് വർമ്മ. ആ പേര് കേട്ടതും അയാളുടെ ഉടൽ വിറയ്ക്കാൻ തുടങ്ങി. അയാളുടെ ചുണ്ടിലെ ചിരി മാഞ്ഞു. അവിടെ പേടിച്ച ചുണ്ടുകൾ വിറയ്ക്കാൻ തുടങ്ങി. നീ എന്താ മോളെ പറഞ്ഞത്? ആരാ വരുന്നെന്നാണ്? എൻ്റെ അച്ഛ, അവൻ വരുന്നുണ്ട്, ആ നാഥ്. എനിക്ക് പേടിയായിട്ട് വയ്യ. അവനെല്ലാം അറിഞ്ഞ എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ. നീ പേടിക്കാതെ മോളെ, അവൻ നിന്നോട് ഒരുപാട് ഇഷ്ടമല്ലേ? നീ അവൻ്റെ മനസ്സിലേക്ക് കയറി പറ്റണം. അവൻ്റെ സ്നേഹം നീ പിടിച്ചു വാങ്ങണം. അതിൽ നീ എന്ത് കളി കളിച്ചാലും ഞാൻ കൂടെ ഉണ്ടാകും. ബാക്കി അപ്പോൾ തീരുമാനിക്കാം. മോൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് ഇങ്ങനെയുള്ളതാണോ പറഞ്ഞു കൊടുക്കേണ്ടത്? നിങ്ങളുടെ ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ടാ അവൾ ഇത്രയും ചീത്തയായത്. അമ്മ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടോ? ഞാൻ എന്ത് ചെയ്താലും അമ്മയ്ക്ക് കുറ്റം മാത്രമേ ഉള്ളൂ. അച്ഛനാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അമ്മയ്ക്ക് എന്നോട് ദേഷ്യമാണ്, അതാണിങ്ങനെ. മോളെ, നീ എന്താ പറഞ്ഞത്? എന്തും വിളിച്ച് പറയാമെന്നായോ? നീ ഇങ്ങനെയുള്ളത് വല്ലതും ഉണ്ടല്ലോ. ഞാനൊന്നും പറയാൻ വരുന്നില്ല. അച്ഛനും മോളും കൂടെ അനുഭവിച്ചോ? അതും അവർ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി.
ഇവൾ ദിയാമേനോൻ, മാധവമേനോന്റെയും ശൈലജയുടെയും മകൾ ദിയാമേനോൻ. നാദിന്റെ അച്ഛൻ്റെ ഒറ്റ ചെങ്ങാതിയാണ് മാധവൻ. ദേവന്റെ എല്ലാം അറിയുന്നതും മാധവൻ മാത്രമാണ്. നാദ് ജനിച്ചതിനു ശേഷമാണ് അവർ തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു ദിവസം അവർ കാണുകയും അവരുടെ പഴയ സൗഹൃദം വീണ്ടും തുടങ്ങുകയും ചെയ്തു. അപ്പോൾ മാധവൻ ദിയ എന്ന മകൾ പിറന്നിരുന്നു. ചെറുപ്പം മുതലേ അവർ നല്ല കൂട്ടായിരുന്നു. മാധവൻ നാദിനെ കൊണ്ട് തന്നെ ദിയയെ വിവാഹം കഴിപ്പിക്കണമെന്നുണ്ടായിരുന്നു ആഗ്രഹം. എല്ലാം പിന്നെ ദേവന്റെയും അരുന്ധതിയുടെയും മരണശേഷമെല്ലാം തകർന്നു. മാധവൻ ആ വാർത്ത അറിഞ്ഞതും ആ നാട്ടിൽ നിന്ന് പോയി. ഇപ്പം നാദ് നല്ല നിലയിലാണ് എന്നറിഞ്ഞപ്പോൾ അവനെ മകളെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കണമെന്ന് വീണ്ടും തീരുമാനിച്ചു. അങ്ങനെ അവർ ആ നാട്ടിലേക്ക് തന്നെ വന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ മാധവനാണ് എന്ന് അവർ അറിഞ്ഞിരുന്നില്ല. ഇനി അവിടെ നാദിൻ്റെ വീട്ടിൽ. ശ്രീ, നീ ആ ടർക്കി ഒന്ന് എടുത്തു തരുമോ? ഞാൻ എടുക്കാൻ മറന്നു. ഇതാ വരുന്നു കണ്ണേട്ടാ, ഈ ഒരു പൊട്ട് മാത്രം തൊട്ടാൽ മതി. അവളൊരു പൊട്ട് തൊട്ട് ഒന്നുകൂടെ ചുരിദാർ ശരിയാക്കി തിരിഞ്ഞതും അവളുടെ ചുണ്ട് അവൻ്റെ വിരിഞ്ഞ നെഞ്ചിൽ തട്ടി. അവളുടെ ഉടലാകെ വിറച്ചു. അവൻ്റെ വിരിഞ്ഞ നെഞ്ചിലെ രോമക്കാടിൽ വെള്ളത്തുള്ളികൾ ഒലിച്ചിറങ്ങുന്നത് അവൾ അവിടേക്ക് തന്നെ നോക്കി നിന്നു. അവൻ അവളുടെ ചെവിയുടെ അടുത്തേക്ക് അവൻ്റെ മുഖം അടുപ്പിച്ചു. ഇങ്ങനെ നോക്കി നിന്നാലേ ഇന്നത്തെ പോക്ക് നടക്കില്ല, ഇന്ന് വേറെ വല്ലതും നടക്കും മോളെ. അവൻ അങ്ങനെ പറഞ്ഞതും അവൾ അവനെ പിടിച്ചോടാൻ നിന്നതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവൻ്റെ നെഞ്ചിലേക്കിട്ടു. അവൾ അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്ന് അവളുടെ ഹൃദയമിടിപ്പ് വേഗത്തിൽ ഇടിക്കാൻ തുടങ്ങി. അവളുടെ ശ്വാസം ഉയർന്നു. നീ എന്തിനാ ഇങ്ങനെ വിയർത്തൊളിക്കുന്നത്? നിന്റെ ഹൃദയം ഇടിക്കുന്നത് എന്തിനാ പെണ്ണേ? അത് പറഞ്ഞവൻ കവിളിൽ ചുണ്ടുകൾ ചേർത്തു. നീ എന്തിനാ ഇങ്ങനെ വിറക്കുന്നത്? നിന്റെ മാറിടങ്ങൾ എന്തിനാ പെണ്ണേ ഇങ്ങനെ കിടന്ന് പിടക്കുന്നത്? കണ്ണേട്ടാ, വേണ്ടാട്ടോ. അവൻ അവളുടെ കവിളിൽ നിന്നും ചുണ്ടുകൾ അടർത്തി മാറ്റി. വേണ്ടേ? മറ്റേ കവിളിലേക്ക് അവൻ്റെ ചുണ്ടുകൾ അമർത്തി ചുംബിച്ചു. മതി, ഇനി വേണ്ട. അത് പറയുമ്പോഴേക്കും അവളുടെ ചുണ്ടുകൾ വിറച്ചു. അവളുടെ ഹൃദയം മിടിക്കും തോറും അവളുടെ മാറിടങ്ങൾ അതിനനുസരിച്ച് ഉയർന്നും താഴ്ന്നും ചലിച്ചു. വേണ്ട പെണ്ണേ. അത് പറഞ്ഞവൻ മുഖമെടുത്ത് അവളുടെ ചുണ്ടിലേക്ക് അടുപ്പിച്ചതും അവൾ അവനെ തള്ളി മാറ്റി ഓടിപ്പോയി. ഒരു നാണമില്ല, പോയി ആ ടർക്കിയെടുത്ത് മാറ്. അവൾ കണ്ണുകൾ പൊത്തിക്കൊണ്ട് പറഞ്ഞു. പിന്നെ നിന്റെ മുന്നിൽ എനിക്ക് എങ്ങനെയും വന്ന് നിൽക്കാം, എനിക്കതിന് കുഴപ്പമില്ല. നീ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. നേരത്തെ കഴിഞ്ഞതിന് ബാക്കി ഇനി നാട്ടിലെത്തിയിട്ട്. ആണോ? നമുക്ക് കാണാം. അതും പറഞ്ഞവൾ വാതിലടച്ച് പുറത്തേക്ക് റെഡിയായി അവനും ഇറങ്ങി. അപ്പോഴാണ് നാദിൻ്റെ ഫോൺ അടിച്ചത്. അവൻ ഫോൺ എടുത്ത് നോക്കിയതും അതിലെ പേര് കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടിൽ ചിരി വിടർന്നു. അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു. മുത്തശ്ശ, നിനക്ക് നിന്റെ മുത്തശ്ശനെ മാത്രമേ ഓർമ്മയുള്ളൂ, ഈ മുത്തശ്ശിയെ ഓർമ്മയില്ലല്ലേ നിനക്ക്? ഞാൻ തമാശയ്ക്ക് പറഞ്ഞതല്ലേ, എൻ്റെ ജാനിക്കുട്ടിയാണ്, എനിക്കറിയാലോ. നീ വിഷയം മാറ്റാൻ നോക്കണ്ട, ഞാനൊരു കാര്യം അറിയാൻ വിളിച്ചതാ. എന്ത്? അവൻ സംശയത്തോട് ചോദിച്ചു. നിങ്ങൾ വരുന്നു എന്ന് പറയുക എന്നല്ലാതെ എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് രാത്രി എത്തും. മുത്തശ്ശി, ഞങ്ങൾക്ക് ഓഫീസിലേക്ക് പോയി കുറച്ച് വർക്ക് ചെയ്ത് തീർക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഇന്ന് രാത്രി തന്നെ എത്തും. പോരെ? ഇനി പറ്റിക്കരുത് കണ്ണ. നിന്നെ കാണാഞ്ഞിട്ട് മനസ്സിനൊരു സുഖമില്ല. നിനക്ക് ആപത്ത് നടക്കാൻ പോകുന്നത് പോലെ ഒരു തോന്നൽ. എൻ്റെ മുത്തശ്ശി, വേണ്ടാത്തതൊന്നും ചിന്തിക്കേണ്ട. ജ്യോത്സ്യന്മാർ പറയുന്നതെല്ലാം വിശ്വസിച്ചാട്ടാണെങ്കിൽ മുത്തശ്ശി പേടി തോന്നുന്നത്. നിന്നോട് തർക്കിക്കാനേ ഞാനില്ല. നീ ഇന്ന് തന്നെ ഇവിടെ എത്തണം. ഓക്കെ. മുത്തശ്ശി ഉറങ്ങുന്നതിന് മുൻപ് തന്നെ ഞാൻ അവിടെ എത്തിയിരിക്കും. അതും പറഞ്ഞവൾ ഫോൺ വെച്ചു. ഇതെല്ലാം കേട്ടിലച്ചു അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവൾ അവിടെ അടുത്തേക്ക് വന്നു. മുത്തശ്ശിയോട് എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത്? മുത്തശ്ശി പറയുന്നതിന് കാര്യമുണ്ട്. എനിക്കും എന്തോ പേടി പോലെ, ഇനിയും എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത് പോലെ. ദേ ശ്രീ, നീയും മുത്തശ്ശിയെ പോലെ തുടങ്ങിയാലുണ്ടല്ലോ, എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ല. അവൻ അവളോട് അങ്ങനെ ദേഷ്യത്തിൽ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. അവൻ മുടി ഒതുക്കാൻ കണ്ണാടിയുടെ മുന്നിലേക്ക് പോയതും അവളുടെ അനക്കമൊന്നും കാണാഞ്ഞപ്പോൾ അവനൊന്ന് തിരിഞ്ഞു നോക്കിയതും കണ്ണുകൾ തുടങ്ങുന്ന തൻ്റെ പെണ്ണിനെയാണ് കണ്ടത്. അവൻ അവളുടെ അടുത്തേക്ക് പോയി അവളെ പിടിച്ച് അവൻ്റെ മടിയിലിരുത്തി. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എനിക്ക് ഈ ദൈവങ്ങളിലും ജാതകത്തിലും ഒന്നും വിശ്വാസമില്ല. നമുക്ക് വരാനുള്ളത് വരും, അത് നമ്മൾ തടഞ്ഞാൽ നിൽക്കില്ല. എന്നാലും കണ്ണേട്ട, എനിക്ക് നാട്ടിലേക്ക് പോകുന്നത് തന്നെ പേടിയാണ്. എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത് പോലെ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല പെണ്ണെ. എന്ത് സംഭവിച്ചാലും നിന്നെ ഉപേക്ഷിച്ച് ഞാൻ പോവില്ല. ഇനി ഈ മുഖം വാടരുത്. ചിരിച്ച മുഖമാണ് എനിക്കെപ്പോഴും കാണേണ്ടത്. പിന്നെ നേരത്തെ കഴിഞ്ഞതിൻ്റെ ബാക്കി തരട്ടെ. ദേ കണ്ണേട്ട, ഹരിയേട്ടൻ വിളിക്കുന്നു. അതും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോയി. അവൻ അവളുടെ കൈ പിടിച്ച് വലിച്ച് അവൻ്റെ ഒപ്പം നിർത്തി. അങ്ങനെ നീ ഒറ്റയ്ക്ക് പോവണ്ട, നമുക്ക് ഒരുമിച്ച് പോവാന്നേ. അതും പറഞ്ഞ് നാദ് അവളുടെ അരയിലൂടെ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി താഴേക്ക് പോയി. അപ്പോഴേക്കും ഹരി കഴിക്കാൻ ഇരുന്നിരുന്നു.
അവനും അവിടെ കഴിക്കാനിരുന്നു. അവൾ അവർക്ക് രണ്ടുപേർക്കും വിളമ്പിക്കൊടുത്തു. നീ ഇരിക്കെ പെണ്ണേ. അത് വേണ്ട, നിങ്ങൾ കഴിക്ക്. നിന്നോട് ഇരിക്കാനല്ലേ പറഞ്ഞത്? അത് പറഞ്ഞവൻ കണ്ണുരുട്ടിയതും അവൾ അവൻ്റെ അടുത്തിരുന്ന് കഴിക്കാൻ തുടങ്ങി. ഇത് കണ്ട് ഹരി വാപ്പൊത്തി ചിരിച്ചു. ലച്ചു അവനെ ഒന്ന് തുറിച്ചു നോക്കി. നീ പോടാ, അവൾ ശബ്ദമില്ലാതെ പറഞ്ഞ് കഴിക്കാൻ തുടങ്ങി. അവർ കഴിച്ചു കഴിഞ്ഞ് എണീറ്റ് അവളെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. ഞങ്ങൾ കുറച്ചു കഴിഞ്ഞാൽ വരും, നീ ഒരുങ്ങി നിൽക്കണം, എല്ലാം എടുത്തു വെച്ച്. ഞങ്ങൾ നേരത്തെ എത്തും. അതും പറഞ്ഞ് നാദ് കാറിൻ്റെ അടുത്തേക്ക് പോയി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. ഹരി കോ ഡ്രൈവിംഗ് സീറ്റിലും ഇരുന്നു. അവർ പോകുന്നത് വരെ അവൾ അവിടെ തന്നെ ഇരുന്നു. അവൾ അകത്തേക്ക് പോയതും അപ്പോഴാണ് അവളുടെ ഫോൺ അടിച്ചത്. അവൾ ആ ഫോൺ എടുത്ത് നോക്കിയതും അറിയാത്ത നമ്പർ കണ്ട് ലച്ചു സംശയത്തോടെ എടുത്തു. ഹലോ, ആരാണ്? മറുപടി കേട്ട് അവളുടെ കണ്ണ് നിറഞ്ഞു. ചേച്ചി, ഞാൻ അപ്പുവാണ്. അപ്പു മോനെ, നിനക്ക് സുഖമല്ലേ? അവനോട് സംസാരിക്കുമ്പോഴും അവളുടെ തൊണ്ടയിടറുന്നുണ്ടായിരുന്നു. കൈകാലുകൾ വിറയ്ക്കുന്നത് പോലെ തോന്നി. കണ്ണിൽ നിന്നും കണ്ണുനീരിട്ട് അവളുടെ കൈകളിലേക്ക് വീണു. ചേച്ചി, എന്തൊന്നും പറയാതെ, ചേച്ചിക്ക് സുഖമല്ലേ? ആ മോനെ, നീ ഇതെവിടെ നിന്നാണ് വിളിക്കുന്നത്? അമ്മയും ചേച്ചിയും അറിഞ്ഞ നിനക്ക് എവിടെ നിന്നാണ് എൻ്റെ നമ്പർ കിട്ടിയത്? അത് ചേച്ചി. എടാ അപ്പു, നീ ആരോടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? നിനക്ക് ഏതവളാണ് ഉണ്ടായിരുന്നത്? ആ പിശാച്ച് എല്ലാവരെയും ചതിച്ച് ഇവിടെ നിന്ന് പോയി. അവൾ ഒരിക്കലും നന്നാവില്ല. ചെറിയമ്മയുടെ അടുത്ത് നിന്ന് കേട്ട വാക്കുകൾ താങ്ങാനാവാതെ അവൾ ഫോൺ കട്ട് ചെയ്ത് മുഖം പൊത്തി കരഞ്ഞു. നാദ് സന്തോഷത്തോടെ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ വീടിൻ്റെ മുറ്റത്ത് അവളെ കാണാവുന്നത് കൊണ്ട് അവൻ വേഗം ഡ്രൈവ് സീറ്റിൽ ചാടിയിറങ്ങി വീടിൻ്റെ അകത്തേക്ക് പോയി അവളെ വിളിച്ചു. അവളുടെ ശബ്ദമൊന്നും കേൾക്കാത്തത് കൊണ്ട് അവൻ പേടിച്ച് സ്റ്റെപ്പ് വേഗത്തിൽ കയറി റൂമിലെ വാതിൽ തള്ളി തുറന്നു. അവൾ അവിടെ കണ്ടപ്പോഴാണ് അവൻ്റെ ശ്വാസം നേരെ വീണത്. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ കെട്ടിപ്പിടിച്ച് അവളുടെ മുഖം ചുംബനങ്ങൾ കൊണ്ട് മൂടി. അവളുടെ പ്രതികരണമൊന്നുമില്ല എന്നറിഞ്ഞപ്പോൾ അവൻ അവളുടെ മുഖം അവൻ്റെ കയ്യിലെടുത്തു. അവളുടെ കലങ്ങിയ കണ്ണുകൾ കണ്ടതും അവൻ്റെ ഹൃദയം തകർന്നതുപോലെ തോന്നി. ശ്രീ മോളെ, നീ എന്തിനാ കരയുന്നത്? നിനക്കെന്തു പറ്റി? നിന്നെ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അവൻ അവളോട് പറയുമ്പോഴും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. പറ ശ്രീ, നിന്നെ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അവളുടെ മറുപടി ഒന്നുമില്ല എന്ന് കണ്ടതും അവൻ അവിടെ നിന്നും എണീറ്റ് പോവാൻ നിന്നതും ലച്ചു അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു അവളുടെ അടുത്തിരുത്തി. അവൾ അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവളുടെ തേങ്ങൽ നിർത്തുന്നത് വരെ അവൻ അവിടെ തന്നെ ഇരുന്നു. ഇനി പറ, എന്താ എൻ്റെ പെണ്ണിന് ഇത്രയും സങ്കടം വരാൻ കാരണം? അവൾ അപ്പു വിളിച്ചതും ചെറിയമ്മ അവനോട് പറയുന്നതും എല്ലാം അവൾ കേട്ടതും എല്ലാം അവനോട് പറഞ്ഞു. അവൾ പറയുന്നതനുസരിച്ച് അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. അത് സാരമില്ല, എൻ്റെ പെണ്ണ് അതൊന്നും ഓർത്തിങ്ങനെ കരഞ്ഞിരുന്നാലേ ഇന്നത്തെ പോക്ക് നടക്കില്ല. വാ, എണീക്ക്, പോയി കൈയും മുഖവും കഴുകി ഫ്രഷായി വാ. അപ്പോഴാണ് അവിടേക്ക് ഹരി വന്നത്. ലച്ചുവിൻ്റെ കരഞ്ഞു കലങ്ങിയ കണ്ണ് കണ്ടതും അവൻ അവരുടെ അടുത്തേക്ക് പോയി. എന്തു പറ്റി ലച്ചു നിനക്ക്? നീ എന്തിനാ കരഞ്ഞത്? നാദ്, എന്തിനാ ഇവൾ കരഞ്ഞത്? അവർ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറയുന്നുണ്ടോ രണ്ടുപേരും? ഒന്നുമില്ല ഹരിയേട്ടാ, കണ്ണിൽ പൊടി വീണതാ. ആണോ? എന്നത് പറയണ്ടേ? പിന്നെ ഇങ്ങനെ ഇരിക്കാനാണോ രണ്ടുപേരും ഉദ്ദേശിക്കുന്നത്? നേരെ ഒരുപാടായി, നമ്മളെ കാത്ത് ഫ്ലൈറ്റ് നിൽക്കില്ല. അതിൻ്റെ ടൈം ആവുമ്പോൾ പോവും. വേഗം റെഡിയായി, എൻ്റേത് കഴിഞ്ഞു. അവനത് പറഞ്ഞ് അവിടെ നിന്നും പോയി. അവൾ ഷെൽഫിൽ നിന്നും ഡ്രസ്സെടുത്ത് ബാത്റൂമിലേക്ക് കയറി. അവൾ പോയതും അവൻ ദേഷ്യത്തോടെ പുറത്തേക്ക് പോയിരുന്നു. അപ്പോഴും അവൻ്റെ മനസ്സിൽ അവൾ പറഞ്ഞ വാക്കുകളായിരുന്നു. ഇനി വെറുതെ വിടില്ല ഞാൻ അവരെ. അവൾ അനുഭവിച്ച വേദനകൾ അവർ ഓരോരുത്തരും അനുഭവിക്കും, ഞാൻ അനുഭവിപ്പിക്കും. കാത്തിരുന്നു, നിങ്ങളുടെ എല്ലാവരുടെയും വേദനകളുടെ ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. അവൻ വീടിൻ്റെ പുറത്തേക്കുള്ള ബാൽക്കണിയിൽ നിന്നും ആലോചിക്കുമ്പോഴാണ് അവൻ്റെ തോളിൽ ഒരു കരസ്പർശം അവൻ അറിഞ്ഞത്. അവൻ ഞെട്ടി തിരിഞ്ഞു നോക്കിയതും ഹരിയാണെന്ന് മനസ്സിലായതും അവൻ വീണ്ടും മുന്നിലേക്ക് നോക്കി തിരിഞ്ഞു നിന്നു. എന്താടാ, അവൾ എന്തിനാ കരഞ്ഞത്? കണ്ണിൽ പൊടി പോയതൊന്നുമല്ല എന്ന് എനിക്ക് മനസ്സിലായി. അവൾക്ക് മനസ്സിൽ തട്ടുന്ന എന്തോ കേട്ടതുകൊണ്ടാണെന്ന് മനസ്സിലായി. അവനെങ്ങനെ പറഞ്ഞിട്ടും നാദൊന്നും മിണ്ടിയില്ല. ഹരി ദേഷ്യത്തിൽ അവനെ പിടിച്ചു തിരിച്ചതും അവൻ്റെ മുഖം കണ്ട് ഹരി പേടിച്ചു പിന്നിലേക്ക് നീങ്ങി. വിടില്ല ഞാൻ അവരെ ഓരോരുത്തർക്കും. എൻ്റെ പെണ്ണ് വേദനിച്ച് അതിൻ്റെ ഇരട്ടി വേദന അവർക്ക് ഞാൻ കൊടുക്കും. അത് പറയുമ്പോഴും അവൻ്റെ ചുവന്ന കണ്ണുകളിൽ അവരോടുള്ള പക ആളിക്കത്തി. നീ ഒന്ന് ക്ഷമിക്ക്, അതിനു വേണ്ടി എല്ലാം അവസാനിപ്പിക്കാനല്ലേ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. അവനൊന്ന് മൂളി. വാ, ഇവിടെ നിന്ന ഇന്നത്തെ പോക്കും നടക്കില്ല. ഇന്ന് വരാമല്ലേ അവരോട് പറഞ്ഞത്. എത്ര പ്രാവശ്യമാണ് നമ്മൾ അവരെ പറ്റിച്ചത്? അതും പറഞ്ഞ് ഹരി അവിടെ നിന്ന് നാദിൻ്റെ റൂമിലേക്ക് പോയി. അവൻ റൂമിൻ്റെ ലോക്ക് പിടിച്ച് തിരിച്ചതും അപ്പോൾ തന്നെ അവളും അത് പിടിച്ചത്.
എവിടെയായിരുന്നു കണ്ണേട്ടാ? ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോൾ കണ്ടില്ല. അവൾ അവനെ കണ്ടപ്പോൾ തന്നെ ചോദിച്ചു. ഞാനൊന്ന് പുറത്തു പോയതായിരുന്നു. അർജന്റായ ഒരു കോള് വന്നു, അത് അറ്റൻഡ് ചെയ്യാൻ പോയതാ. പേടിച്ചോ എൻ്റെ പെണ്ണ്? അവളൊന്ന് മൂളി തലയിൽ കെട്ടിവെച്ച് തോർത്തെടുത്ത് മാറ്റി കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നു. അവൻ അവളുടെ പിറകിൽ പോയി നിന്ന് അവളുടെ നഗ്നമായ വയറിൽ അവൻ്റെ കരങ്ങൾ പതിപ്പിച്ചു. അവളുടെ ശരീരത്തിലൂടെ ഒരു തരം വികാരം ശരീരത്തൂടെ പാഞ്ഞുപോയി. അവൾ ശക്തിയോടെ അവൻ്റെ കയ്യിൽ നിന്നും ഓടി. അതെ, ഇങ്ങനെ നിന്നാ പോവാൻ പറ്റില്ല. അതുകൊണ്ട് മോൻ പോയി വേഗം ഫ്രഷായി വാ. അതും പറഞ്ഞ് അവൾ ടർക്കിയെടുത്ത് അവന് കൊടുത്ത് തള്ളി ബാത്റൂമിലേക്ക് കയറ്റി. ശ്രീ, ബെഡിലൊരു കവറുണ്ട്, അതിൽ നിനക്ക് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സാണ്, അതിട്ടാൽ മതി. അവൻ ബാത്റൂമിൽ നിന്നും വിളിച്ചു പറഞ്ഞു. അവൾ അവൻ പറഞ്ഞതനുസരിച്ച് ആ കവറെടുത്ത് നോക്കിയതും അയ്യേ, ഇതൊന്നും ഞാൻ ഇടുകയില്ല. അതും പറഞ്ഞവൾ ആ ഡ്രസ്സ് കവറിൽ തന്നെ വെച്ചു. അപ്പോൾ തന്നെ കുളി കഴിഞ്ഞ് അവൻ പുറത്തേക്ക് വന്നതും അവൻ അവളെ നോക്കിയപ്പോൾ ഒരു ചുരിദാറിട്ട് മുടി കെട്ടുന്ന ശ്രീയെയാണ് കണ്ടത്. നീ എന്തേ ആ ഡ്രസ്സ് ഇടാത്തത്? ആ ജീൻസും ടോപ്പൊന്നും ഞാൻ ഇടില്ല, എനിക്കത് ഇഷ്ടമല്ല. നീ ഇന്ന് അതിട്ടാൽ മതി, അതിടാതെ നമ്മൾ ഇന്ന് ഇവിടുന്ന് പോകുന്നില്ല. അത് പറഞ്ഞ് നാദ് ബെഡിൽ പോയിരുന്നു. എനിക്കത് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലേ? അവനതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അവൾ കവറെടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി അതിട്ടുകൊണ്ട് വന്നു. അവൾക്കത് അത്രയും ഇഷ്ടപ്പെട്ടില്ല. അവനെ പിണക്കണ്ട എന്ന് കരുതി മാത്രമാണ് അവൾ അതിട്ടത്. അവൾ അവൻ്റെ മുന്നിൽ പോയി നിന്നതും അവൻ അവളെ പിടിച്ചു വലിച്ച് അവൻ്റെ മടിയിലിരുത്തി അവളുടെ ചുണ്ടുകൾ കവർന്നു. മാറി മാറി നുണഞ്ഞിട്ടും അവന് മതിയായില്ല. രണ്ടുപേർക്കും ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയപ്പോഴാണ് അവൻ അവളെ ചുണ്ടുകൾ വേർപ്പെടുത്തിയത്. മതി കണ്ണേട്ടാ, എനിക്കിന് വയ്യ. എൻ്റെ പെണ്ണെ, നിനക്ക് ചെറിയത് തന്നപ്പോഴേക്കും തളർന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ വലുത് തന്ന എൻ്റെ പെണ്ണത് താങ്ങില്ലല്ലോ. പോ കണ്ണേട്ടാ, വേഗം റെഡിയാവ്. ഹരിയേട്ടൻ വീണ്ടും വരുമ്പോഴേക്കും നമുക്കിറങ്ങണം. അതും പറഞ്ഞ് ലച്ചു അവൻ്റെ മടിയിൽ നിന്നും എണീറ്റ് റെഡിയാവാൻ പോയി. അങ്ങനെ അവർ റൂമിൽ നിന്നിറങ്ങി താഴേക്ക് പോയി. അപ്പോഴേക്കും ഹരി അവൻ്റെ ലഗേജും എടുത്ത് അവരെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഹാളിലെ സോഫയിലിരുന്ന ഫോണിൽ കളിക്കുമായിരുന്നു ഹരി. ഫോണിൽ നിന്നും തല ഉയർത്തി നോക്കിയതും സ്റ്റെപ്പ് ഇറങ്ങി വരുന്നവരെ കണ്ടതും അവൻ്റെ കണ്ണുകൾ തള്ളി നിന്നു. എന്താ ഞാൻ കാണുന്നത്? ഇത് നമ്മുടെ ലച്ചു തന്നെയാണോ? നീ എങ്ങനെ ഇതിനെക്കൊണ്ട് ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇടിയിപ്പിച്ചത്? എടാ, മതി മതി കളിയാക്കിയത്. എനിക്കറിയൂ ഇവളെ കൊണ്ട് ഇടിയിപ്പിച്ചത്. ഇനി നീയും പറഞ്ഞ് കളിയാക്കിയ അവൾ കൊണ്ട് മാറ്റിക്കരുത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ അവർ അവിടെയുള്ളവരോട് യാത്ര പറഞ്ഞിറങ്ങി. അവരുടെ കാറ് ഗേറ്റ് കടന്നു പോയതും അവിടെ അവർ കാണാതെ ഒരാൾ മറഞ്ഞു നിന്നിരുന്നു. ഹലോ മുതലാളി, അവരിപ്പോൾ പുറപ്പെട്ടു. അതും പറഞ്ഞ് അയാൾ ഫോൺ വെച്ചു. പക്ഷേ അയാൾ അറിഞ്ഞിരുന്നില്ല ഇതൊക്കെ അവൻ കാണുന്നത്. പെട്ടെന്ന് നാദ് ഹരിയോട് കാറ് നിർത്താൻ പറഞ്ഞു. ഹരി ഇവിടെ നിർത്ത്, നമുക്കൊന്ന് ഫുഡ് കഴിച്ചിട്ട് പോവാം. അതും പറഞ്ഞവൻ നിർത്തി. അവരെല്ലാവരും അതിൽ നിന്നും ഇറങ്ങി റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ച് അപ്പോഴേക്കും അവർക്ക് പോവാനുള്ള വേറെ കാർ അവിടെ വന്നിരുന്നു. ഹരി സംശയത്തോടെ നാദിനെ നോക്കി. നീ എന്തെന്നെ നോക്കുന്നത്? ഇനി നമ്മൾ പോകുന്നത് ഈ കാറിലാ. പിന്നെ ഫ്ലൈറ്റിലല്ല പോകുന്നത്, ഇതിൽ തന്നെയാണ് നാട്ടിലേക്ക് പോകുന്നത്. അതെന്തേ ഇപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം? നീ എന്തേ അത് നേരത്തെ പറഞ്ഞില്ല? അപ്പോൾ നമ്മുടെ ടിക്കറ്റ്? അതൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്തു. ഇനി കൂടുതൽ ചോദ്യമൊന്നും വേണ്ട, നീ ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി. ഓ ആയിക്കോട്ടെ. അതും പറഞ്ഞ് അവിടെ നാദിൻ്റെ ബോഡി ഗാർഡ് അവന് കീ കൊടുത്തു. അവിടെ നിന്നും അവർ പോയിരുന്നു. ഹരി ഡ്രൈവിംഗ് സീറ്റിലും നാദും ലച്ചുവും പിന്നിലും. അല്ല, എങ്ങോട്ടാണ് നീ കയറുന്നത്? ഞാനെന്താ നിങ്ങളുടെ ഡ്രൈവറോ? ദേ ഹരി, എന്നാലേ നീ പിന്നിലിരിക്ക്, ഞങ്ങൾ മുന്നിലിരിക്കാം. ഓ ആയിക്കോട്ടെ. അങ്ങനെ അവർ രണ്ടുപേരും മുന്നിലും ഹരി പിന്നിലും ഇരുന്നു. അവർ അതിൽ കയറി പോയതും അപ്പോൾ തന്നെ അവരുടെ മറ്റേ കാറിൻ്റെ അടുത്ത് നിന്നും വലിയ ശബ്ദം കേട്ട് ഹരി തിരിഞ്ഞതും അവരുടെ കാറിൻ്റെ മേലൊരു ലോറി പാഞ്ഞു കയറിയിരിക്കുന്നത് കണ്ടതും ഹരി നെഞ്ചിൽ കൈവച്ചു. എടാ നാഥ്, ഇത് നിനക്ക് മുന്നേ അറിഞ്ഞിരുന്നോ? എല്ലാം ഞാൻ വിശദമായി പറഞ്ഞു തരാം, ഇപ്പോൾ ഒന്നും ആരും അറിയണ്ട. ലച്ചു ഇതൊന്നും അറിയാതെ കണ്ണുകളടച്ച് സീറ്റിൽ ചാരിയിരുന്നു ഉറങ്ങിയിരുന്നു. ഹരി കണ്ണുകളടച്ച് കിടന്നത് നാഥ് അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് കിടത്തി. വിട് കണ്ണേട്ട, ഹരിയേട്ടനുണ്ട്, നമ്മൾ ഒറ്റയ്ക്കല്ല. അവൻ ഉറങ്ങി, നീ ഒന്നടങ്ങ് പെണ്ണേ. അവൻ കണ്ടു എന്ന് വെച്ച് എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ ഉറങ്ങിയെന്ന് കരുതി നിങ്ങൾ വല്ലത് നടത്തിയാലേ അതെനിക്ക് സഹിക്കില്ല. ഈ കൊച്ചു കുഞ്ഞിനെ നിങ്ങൾ വഴിതെറ്റിക്കരുത്. അതും പറഞ്ഞ് ഹരി കണ്ണുകൾ അടച്ചു കിടന്നു. അങ്ങനെ ലച്ചു അവൻ്റെ കൈ തട്ടി മാറ്റി സീറ്റിൽ ചാഞ്ഞിരുന്നു. കണ്ണുകൾ അടച്ചുറങ്ങി. ഇനി തറവാട്ടിൽ. ഇന്ദ്ര, നീ ഒന്ന് വിളിച്ചു നോക്ക് അവരെവിടെ എത്തിയെന്ന്. എൻ്റെ അമ്മേ, അവരെപ്പോൾ എത്തും? നിങ്ങൾ ഇവിടെ ഒന്ന് വന്നിരിക്കുക. അപ്പോഴാണ് ഇന്ദ്രൻ്റെ ഫോൺ അടിച്ചത്. അയാൾ ഫോണെടുത്ത് ചെവിയിൽ വെച്ചു. ചെറിയച്ച, ഞങ്ങൾ നാട്ടിലെത്തി, നിങ്ങൾ കിടന്നു. ഞങ്ങളിവിടെ ഒരു റൂമെടുത്ത് നിന്നോളാം. അതിരാവിലെ തന്നെ ഞങ്ങൾ എത്തിക്കോളാം. ആ ശരി മക്കളെ, നിങ്ങൾ ഈ രാത്രി ബുദ്ധിമുട്ടി ഇങ്ങോട്ട് വരണ്ട. ശരി ചെറിയച്ച, മുത്തശ്ശിയോട് പറയണേ. ഞാൻ പറയാം, നിങ്ങൾ നാളെ തന്നെ എത്തണം.
ഇന്നിവിടെ ഒരാൾക്ക് ഉറക്കം തന്നെ വരില്ല. മുത്തശ്ശിയെ നോക്കി ഇന്ദ്രൻ അങ്ങനെ പറഞ്ഞു ഫോൺ വെച്ചു. എന്താ ഇന്ദ്ര അവൻ പറഞ്ഞത്? ഇന്നും വരില്ലേ അവർ? എൻ്റെ അമ്മേ, നാളമ്മ ഉണരുന്നതിന് മുൻപ് തന്നെ അവർ ഇവിടെ എത്തും. അവർ ഫ്ലൈറ്റിലല്ല വരുന്നത്, കാറിലാണ്. അപ്പം രാത്രി ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാ. അതുകൊണ്ട് അവർ റൂമെടുത്ത് ഒന്ന് ഉറങ്ങി നാളെ രാവിലെ എത്താമെന്ന്. അത് തന്നെ മക്കളെ നല്ലത്. ഈ രാത്രി വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും ഒരുപാട് നേരാകും. മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞതും അവർ ആരും ഒന്നും പറഞ്ഞില്ല. ഇനി എൻ്റെ അമ്മ ഒന്ന് പോയി കിടന്നുറങ്ങ്, അവരിനി നാളെ എത്തൂ. അവരൊന്ന് മൂളി അകത്തേക്ക് പോയി കിടന്നു. മനസ്സിലെ സങ്കടം ആരോടും പറയാതെ മുത്തശ്ശി റൂമിലേക്ക് പോയി. പാവം, ഒരുപാട് ആഗ്രഹിച്ചതാണ് അവനെ ഒന്ന് കാണാൻ. അവരുടെ പോക്ക് കണ്ട് മുത്തശ്ശൻ പറഞ്ഞു. അത് പറഞ്ഞ് അവരും റൂമിലേക്ക് പോയി. എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോയി. നാഥ് അവരുടെ കാർ അവരുടെ ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. അവരവിടെ ഇറങ്ങി റൂം ബുക്ക് ചെയ്ത് അവരുടെ ലഗേജ് റൂമിലേക്ക് കൊണ്ടുപോയിരുന്നു. ഹരി അവൻ്റെ റൂമിലേക്കും നാഥും ശ്രീയും അവരുടെ റൂമിലേക്കും പോയി. അവൾ റൂമിലേക്ക് കടന്നത് പെട്ടെന്ന് അവൾ പ്രതീക്ഷിക്കാതെ അവൻ അവളെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്കിട്ട് അവൻ അവളുടെ ചുണ്ടുകൾ കവർന്നിരുന്നു. നിനക്ക് അവനുള്ളപ്പോൾ നിന്നെ ഒന്നും ചെയ്യാൻ പാടില്ല അല്ലേ? ഇപ്പം അവനില്ലല്ലോ. ഇപ്പം നമുക്ക് ഒന്ന് നോക്കിയാലോ? അവളിൽ നിന്നും അകന്നു മാറി നിന്നുകൊണ്ട് അവളോട് പറഞ്ഞവൻ വീണ്ടും അവളുടെ ചുണ്ടുകൾ മാറി മാറി നുറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് അവൻ്റെ ഫോൺ അടിച്ചത്. നാശം, ആരാണാവോ ഈ അസമയത്ത് വിളിക്കുന്നത്? അവൻ അവളെ മാറ്റി നിർത്തി ഫോൺ എടുക്കാൻ പോയതും അതിലെ നമ്പർ കണ്ടതും അവന് ഗൂഢമായൊരു ചിരി വിടർന്നു. അവൻ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചതും, നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട നാഥ്. നിന്നെ തകർക്കാൻ നിന്റെ നിഴലായി ഞാൻ കൂടെയുണ്ട്. കാത്തിരുന്നോ നാഥ്, നീ ഇപ്പോൾ സന്തോഷിച്ചോ? ഒരു നാൾ നമ്മൾ നേരിട്ട് കാണും. അന്ന് അവസാനിക്കുമെല്ലാം. അത് പറഞ്ഞ് അയാൾ ഫോൺ വെച്ചു. അവൻ ചിരിയോടെ ഫോണിലേക്ക് തന്നെ നോക്കി നിന്നു. കാണാം, അതിനുവേണ്ടി തന്നെയാണ് ഞാനും കാത്തിരിക്കുന്നത്. അതും പറഞ്ഞവൻ ചിരിച്ചതും അവൻ്റെ പിറകിൽ 2 കരസ്പർശം അറിഞ്ഞതും അവൻ ഞെട്ടിയിരുന്നു.